അതായത് കേസിൻ്റെ മെറിറ്റിനെ ബാധിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനകത്തുള്ള അന്വേഷണത്തിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് പറയുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ചില ഡൗട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തുള്ളത്. ചില ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കുറേ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ക്ലാരിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഷൈനയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ആ ഡ്രഗ് അഡിക്റ്റിനെ നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്. അന്നേരം ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഷൈനും ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും കൂടി സമ്മതത്തോടുകൂടിയാണ് എക്സൈസിന്റെ ഒരു സൂപ്പർവിഷനും കൂടി ഉണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടാണല്ലോ അഡിക്റ്റ് ആയത്. അതുകൊണ്ടാണ് ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതാണ് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തത വരാനായിട്ടുണ്ട്. അല്ല, വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. അല്ല, അത് അങ്ങനല്ല. അത് നമുക്ക് കുറച്ച് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറേ ഡേറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന ഡേറ്റ അനുസരിച്ച് ഇവർ പറഞ്ഞ എന്തെങ്കിലും കള്ളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരെ രണ്ടാമത് വിളിപ്പിക്കും. അല്ല, ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാവണം എന്നില്ലല്ലോ. മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ വന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ചു. പിന്നെ ഇവരെ രണ്ടുപേരെയും വിളിച്ചു. അങ്ങനെ വേറെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ. അല്ല, അത് നമുക്കിപ്പം പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. ഞാൻ പറയില്ലേ, കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും പറയാൻ കഴിയില്ല. ഏതാണ്? ഒരുപാട് പേർക്ക് നോട്ടീസ്. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടല്ല